ഹലോ. പിന്നെ ഞാൻ വന്നതൊരു റെസിപ്പി ആയിട്ടാണ്, ഒരു ചിക്കൻ കറി, മയോണീസ് ഇട്ടിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിനാവശ്യമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഗീയാണ് ഇടേണ്ടത്, നമ്മൾ കുക്കിംഗ് ഓയിലല്ല. അപ്പോൾ 3 വലിയ സ്പൂണ് നിറയെ ഞാൻ ഗീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗീ ഇട്ടിട്ട് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതിന് മയോണീസാണ് മെയിൻ സംഭവം. അപ്പം മയോണീസും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അതിലിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുന്നവരെ, ഒരു ചെറിയൊരു കുക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക, പാനിലൊന്ന് വെക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്ഥലം ആക്കിയിട്ട് കുറച്ചുകൂടി ഞാൻ 1 സ്പൂണും കൂടി അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണവും മാറുന്നത് വരെയും പിന്നെ ചിക്കൻ ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് അടച്ച് വെക്കുക. നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ സാധനങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ ഞാനിവിടെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണിൽ എരിവില്ലാത്ത മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണും മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേനു. അപ്പം കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെയും പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വന്ന ശേഷം ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, അതും അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. തക്കാളീൻ്റെ പച്ചമണമെല്ലാം മാറി ഒന്ന് എണ്ണ മേലെ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം അവിടെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളീൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് എണ്ണയൊക്കെ ഒന്ന് മേലെ തെളിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആദ്യം തന്നെ മസാലപ്പൊടികളും അങ്ങനെയൊന്നുമല്ല ചേർക്കേണ്ടത്, ഇതേപോലെ തന്നെയാണ്. ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, ഇഷ്ടപ്പെടും ടേസ്റ്റ്. അപ്പോൾ അതും ഒന്ന് കുക്കായി വന്നതിന് ശേഷം മസാല മിക്സ് ചെയ്ത് വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും മസാലയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതും അങ്ങനെ തന്നെ കുറച്ച് സമയം മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇതും ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് മൂടി ഒന്ന് കുറച്ച് സമയത്തേക്ക് മൂടി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും തക്കാളീൻ്റെയും ഈ മസാലയുടെയും എല്ലാം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം നന്നായി ഫ്രൈ ആയിട്ട് വരും, ഒന്നും പച്ചമണമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മൂത്ത് വരും. അപ്പോൾ ഇത് എണ്ണ കുറച്ച് സമയം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഉള്ളി, സവോള പച്ചക്കെല്ലാം ഇടുന്നത് നല്ലോണം ഇങ്ങനെ ബിരിസ്തയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത സവോള ഇടുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇനിയൊന്നും വലിയ പണിയൊന്നുമില്ല, കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുകയേ വേണ്ടുള്ളൂ. അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് നമ്മൾ കസൂരി മേത്തിയും മല്ലിയിലയും പിന്നെ പച്ചമുളക്, നീളത്തിലരിഞ്ഞ പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് മല്ലിയിലയും കൊത്തുമീറുമാണ്, മല്ലിയിലയും കസൂരി മേത്തിയും
അത് രണ്ടും ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ്റെ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇതൊരു എരിവ്, അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയായിരിക്കും. ഞാനിപ്പോൾ ഇടുന്ന പച്ചമുളകായാലും എരിവില്ലാത്ത പച്ചമുളകാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അധികം എരിവേ ഇല്ല പച്ചമുളകിന്. പിന്നെ മുളക് പൊടി ഞാൻ എരിവില്ലാത്ത മുളക് പൊടി തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതൊക്കെ ആയി. എല്ലാം ചിക്കനും എല്ലാം ഒന്ന് വെന്ത് വന്ന്, ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് വന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് എല്ലാം ഒന്ന് സെറ്റായി വന്ന് ലാസ്റ്റാണ് മയോണീസ് ഇട്ട് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മയോണീസ് ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയ വെജ് മയോണീസ്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു 10-15 കുരുമുളകും കുറച്ച് ഉപ്പും കുറച്ച് കുക്കിംഗ് ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തത്. അതിൻ്റെ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം, അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. വീട്ടിലുണ്ടാക്കിയ മയോണീസ് അല്ല, പക്ഷേ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഒന്ന് ചെയ്തെടുത്ത്. പുറത്തുനിന്ന് വാങ്ങിയ മയോണീസ്, വെജ് മയോണീസ് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും കുക്കിംഗ് ഓയിലും ഒരു ഇത്തിരി പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ നിന്ന് നന്നായിട്ട് അടിച്ചെടുത്ത്. അപ്പോൾ മയോണീസൊക്കെ ഇട്ട്, ഇതിൽ ഫ്രഷ് ക്രീമോ ഒന്നിൻ്റെ ആവശ്യമില്ല. മയോണീസൊക്കെ ഇട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ടേനും അതൊന്ന് അടപ്പ് തുറന്ന് അതിൻ്റെ മേലെ പിന്നെ ഒരു സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുക. ഒരു ഇത്തിരി പൊടി ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ആയി നമ്മളെ ചിക്കൻ മയോണീസ് കറി റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മയോണീസ് കറി റെഡി. ഇനി നിങ്ങൾക്ക് ഇതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലും ആക്കാം. പക്ഷെ എനിക്ക് കുറച്ച് കളർ, ഇങ്ങനെ ഒരു മസാല കളർ കാണണം, അതുകൊണ്ട് ഞാൻ മസാലപ്പൊടികൾ ഇട്ടു. മസാലപ്പൊടികൾ ഇല്ലാണ്ട് വെറും ഗരം മസാല ഇട്ടിട്ട് കൊടുത്തിട്ട് മയോണീസ് ഇട്ട് കൊടുത്താലും ആവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി.